പ്രൈസ് ദി ലോർഡ്. ദിസ് ടൈം വിത്ത് ഗോഡ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. സദൃശ്യവാക്യങ്ങൾ 3-ാം അധ്യായം 32-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: വക്രതയുള്ളവൻ യഹോവയ്ക്ക് വെറുപ്പാകുന്നു, നീതിമാന്മാർക്കോ അവൻ്റെ സഖ്യതയുണ്ട്. അതേ പ്രിയമുള്ളവരെ, വക്രഹൃദയത്തോടും കൂടെ അല്ലെങ്കിൽ വക്രതയുള്ള സ്വഭാവത്തോടും കൂടെ ആയിരിക്കുന്ന മനുഷ്യനെ ദൈവം വെറുക്കുന്നുവെന്നാണ് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ആരാണ് ഈ വക്രൻ എന്ന് പറയുന്നത്? നാം ഭൂമിയിൽ ജഡശരീരത്തിൽ ജീവിക്കുമ്പോൾ ചില പ്രവർത്തികൾ നമ്മെ കൊണ്ടെത്തിക്കുന്നത് പാപത്തിലാണ്. എന്ന് വെച്ചാൽ ദൈവത്തിന് ഹിതമില്ലാത്ത കാര്യങ്ങളിലാണ്. അല്ലെങ്കിൽ ദൈവം നമ്മോട് ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ചെയ്യരുത് എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് വിപരീതമായ കാര്യങ്ങളിലേക്കാണ് നാം ചെന്നെത്തുന്നതെങ്കിൽ അതൊക്കെയും പാപത്തിൻ്റെ പട്ടികയിൽ പെടുത്തുവാൻ തക്കവണ്ണം ഇവിടെയായിത്തീരുന്നു. എന്നാൽ പാപം ചെയ്യുന്നൊരു മനുഷ്യൻ അവൻ അനുതപിച്ച് ദൈവത്തോട് അടുത്തു വരുന്നുവെങ്കിൽ അവൻ ദൈവത്തിൻ്റെ പൈതലായി ജീവിക്കുമ്പോൾ തന്നെ പാപമാണ് ഞാൻ ചെയ്യുന്നത് അറിഞ്ഞിട്ടും, ഞാൻ ചിന്തിക്കുന്നത് പാപമാണെന്ന് അറിഞ്ഞിട്ടും, ഞാൻ പ്രവർത്തിക്കുന്നത് പാപമാണെന്ന് അറിഞ്ഞിട്ടും, ഞാൻ നോക്കുന്നത് പാപമാണെന്ന് അറിഞ്ഞിട്ടും വീണ്ടും അത് തന്നെ തുടരുന്നുവെങ്കിൽ അങ്ങനെയുള്ള മനുഷ്യരെയാണ് ദൈവം വക്രനെന്ന് വിളിക്കുന്നത്. ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികൾ ദൈവത്തിന് ഹിതമല്ല എന്ന് മനസ്സിലാക്കിയിട്ടും ദൈവത്തിൻ്റെ മുൻപാകെ ഇത് പാപത്തിൻ്റെ പട്ടികയിൽ പെടുത്തുന്നുവെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടും ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുന്നുവെങ്കിൽ അങ്ങനെയുള്ള മനുഷ്യനെ വക്രനെന്ന് ദൈവം വിളിക്കുന്നു. അങ്ങനെയുള്ള മനുഷ്യരോട് ദൈവത്തിന് സഖ്യതയില്ല എന്ന്, ദൈവത്തിന് കൂട്ടായ്മ ഇല്ല എന്ന്, അങ്ങനെയുള്ള മനുഷ്യൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുകയില്ല എന്ന്, അങ്ങനെയുള്ള മനുഷ്യൻ്റെ ഒരാവശ്യവും ദൈവം നടത്തി കൊടുക്കുകയില്ല എന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു. നമുക്കറിയാം, സഭാരാധന മുടക്കുന്നത് പാപമാണെന്ന്, മാതാപിതാക്കളെ ബഹുമാനിക്കാത്തത് പാപമാണെന്ന്, ദൈവത്തിൻ്റെ ആലോചന പ്രകാരം നടക്കാത്തത് പാപമാണെന്ന്, ഇതൊക്കെയും നമുക്കറിയാം. പക്ഷേ അതറിഞ്ഞിട്ടും നമ്മൾ അതിൽ തുടരുന്നുവെങ്കിൽ, ആരാധനയ്ക്ക് നിങ്ങൾ വില കൊടുക്കാതിരിക്കുന്നുവെങ്കിൽ, മാതാപിതാക്കളെ ബഹുമാനിക്കാതിരിക്കുന്നുവെങ്കിൽ, തിരുവചനം നിങ്ങൾ ധ്യാനിക്കുന്നില്ല എങ്കിൽ, ദൈവത്തോട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല എങ്കിൽ, അതൊക്കെയും നിങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്ന പാപമാണെന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു. അതൊക്കെയും നമുക്കറിയാം, ഇതൊക്കെയും പാപമാണെന്ന് നമുക്കറിയാം. എങ്കിലും നമ്മളത് തുടരുന്നുവെങ്കിൽ നമ്മളും വക്രത പ്രവർത്തിക്കുന്ന മനുഷ്യരാണ്. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ വക്രതയുള്ള ഹൃദയത്തെ വിട്ടുകൊണ്ട് ദൈവസന്നിധിയിൽ വിശുദ്ധിയുള്ള പൈതങ്ങളായി മാറുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, വിശുദ്ധിയുള്ള ഒരു ദൈവത്തിൻ്റെ മകനായി മകളായി നിങ്ങൾ മാറുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, വക്രതയും കോട്ടവുമുള്ള ഈ ഹൃദയത്തെ നിങ്ങളൊന്ന് മാറ്റിവെച്ച് ദൈവസന്നിധിയിൽ നിരപ്പ് പ്രാപിച്ച് ദൈവത്തോട് അനുതപിച്ച് കളങ്കമില്ലാത്ത മക്കളായി ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ നിങ്ങൾക്കും ദൈവം അവസരം നൽകിയിരിക്കുന്നു. നിങ്ങൾ സമർപ്പിക്കാൻ തയ്യാറാണോ? ദൈവത്തിൻ്റെ മുൻപാകെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണോ? വക്രതയുള്ള ഹൃദയത്തെ മാറ്റിവെച്ച്, വക്രതയുള്ള നിരൂപണങ്ങളെ മാറ്റിവെച്ച്, വക്രതയുള്ള സ്വഭാവത്തെ മാറ്റിവെച്ച് ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ ഒന്ന് മുട്ടുമടക്കാൻ നിങ്ങൾ തയ്യാറാകുന്നുവെങ്കിൽ നിങ്ങൾക്കും ദൈവത്തിൻ്റെ സഖ്യതയിലേക്ക് മടങ്ങി വരാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ഈ ദിവസങ്ങളിൽ വക്രതയുള്ള ഹൃദയത്തെ മാറ്റി നിർത്തി ഒരു നീതിമാനായി ജീവിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ സമൃദ്ധമായി ഇടയാക്കുമാറാകട്ടെ. ആമേൻ. ഗോഡ് ബ്ലസ് യു ആൾ.